വൈകുന്നേരം ചായേൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാട്ടോ ഞാനിന്ന് പറയുന്നത്. രണ്ടെണ്ണം പറയുന്നുണ്ട്. ഏകദേശം ഒരേ മാവ് തന്നെയാണ് നമ്മൾ രണ്ടും ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആവുന്ന സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. പ്രത്യേകിച്ച് വലിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യൊന്നും വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോയും പിന്നെ ബ്രെഡുമാണ് കേട്ടോ, സാധാരണ ബ്രെഡ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ എന്ത് ചെയ്തു, പുഴുങ്ങി കുക്കറിലിട്ടിട്ട് പുഴുങ്ങി, എന്നിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞ് ഫുള്ള് അത് ക്ലീനാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇനീഷ്യലി വേണ്ടിയുള്ള മാവാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്നാക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റം വരുത്തിയിട്ടാണ് അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ടിനും കുറച്ച് ഒരു വ്യത്യാസ കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പൊട്ടറ്റോ എല്ലാം ഞാൻ ഇങ്ങനെ കുഞ്ഞു കഷ്ണമൊക്കെ അരിഞ്ഞിട്ട് ഇതിന് ഉടയ്ക്കണം. അപ്പോൾ ഉടയ്ക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തു കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ മറ്റേതില്ലേ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എളുപ്പമായിട്ട് ആകുമല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ബ്രെഡാണ്. ആ ബ്രെഡ് നമ്മൾ എന്ത് ചെയ്ത് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ആ വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞു കേട്ടോ. ഫുള്ള് പിഴിഞ്ഞ് നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി, എന്നിട്ട് നമ്മളിപ്പം ക്രഷ് ചെയ്ത് വെച്ച മറ്റേതില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ, അതിലേക്ക് ഞാൻ ഇതിട്ടു. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഇട്ടു. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേപോലെ തന്നെ ഇടണം കേട്ടോ, ടേസ്റ്റ് എന്നാൽ അതിലുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഒക്കെ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാൽ കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇടുക, എത്ര നമ്മൾ എടുത്തുള്ള വെച്ചാൽ അങ്ങനെ. പിന്നെ ഇത് നമ്മളെ ജീരകമില്ലേ, പെരുംജീരകം, അത് പൊടിച്ചതാട്ടോ, ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് ഇട്ടത്. പിന്നെ അതിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഞങ്ങളിതെല്ലാം കൂടി നല്ലോണം കുഴച്ചു കേട്ടോ. നല്ലോണം കുഴച്ച് എല്ലാ സാധനങ്ങളും കൂടി നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ഇതിനെ നല്ലോണം ഉരുട്ടി എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ ബ്രെഡും പൊട്ടറ്റോയും കൂടി നമ്മളെന്ത് ചെയ്യും, ഇതിനെ പരത്തിയിട്ട് ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അപ്പോൾ ഷേപ്പ് മാറ്ററല്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രയാങ്കിൾ ആക്കിയെന്നേ ഉള്ളൂ. പൊട്ടറ്റോ ട്രയാങ്കിൾസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഞാൻ ആ ട്രയാങ്കിൾ ആക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. കിഡിലെ സാധനമാണിത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ്, വറുത്ത് കഴിഞ്ഞാലുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതിന് എണ്ണ കുടിക്കും, അത്യാവശ്യം എണ്ണ ഉണ്ടാവും, ഭയങ്കരമായിട്ടൊന്നുള്ളതല്ല. അപ്പോൾ ഇപ്പം ചിലർ ഹെൽത്ത് വൈസ് ഭയങ്കര കോൺഷ്യസ് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, എണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ടത്. ഞാൻ ആക്ച്വലി എണ്ണ വളരെ കുറച്ചിട്ടാണ് കണ്ടോ, ഞാനൊരു 2 സ്പൂൺ എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. എൻ്റെ ഫുൾ മുക്കി പൊരിക്കുന്നൊന്നും ഇല്ല. എന്നാൽ പോലും ഇതിൽ എണ്ണ ഇങ്ങനെ കുറച്ച് ഉണ്ടായി കിടക്കും. അങ്ങനെ അതൊരു ടൈപ്പ് ഓഫ് ഫുഡാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഇല്ലേ, പഴംപൊരി ഉള്ളിവടയൊക്കെ ആണെങ്കിൽ അതിൽ എണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് സാധനമാണ് ഇതിൽ കുറച്ച്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർ, അല്ലെ എണ്ണ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഇതത്ര പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് ഇത് കിഡിലും സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. പിള്ളേർക്കൊന്നും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എണ്ണ സാധാരണ ഇപ്പോൾ പഴംപൊരി ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒരു എണ്ണ ഉണ്ട് എന്നുള്ളത്, അതേപോലെ. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ. അപ്പം അതാണിത്. ഇത് ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ടേസ്റ്റ് വൈസ്. പിന്നെ അങ്ങനെ ഞാനിത് എന്ത് ചെയ്തു, ഇതിങ്ങനെ നമ്മളൊന്ന് പെട്ടെന്ന് ആയിക്കോളും ചെയ്തു. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് അല്ല, 1 ബ്രെഡാണ്, റെഡി ടു ഈറ്റ് ആണ്, പിന്നെ പൊട്ടറ്റോ വേവിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പെട്ടെന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച്. അതുകൊണ്ട് എന്താണെങ്കിലും മുക്കി പൊരിക്കാനൊന്നും എടുക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സോട്ട് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ആയിക്കോളും. നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട്, പിന്നെ അടുത്ത സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഇതേ മാവ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇതേ സാധനം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റേതിൻ്റെ മാവും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുത്തു. പിന്നെ മറ്റേതിൽ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടു. ഇതിൻ്റെ കൂടെ കുറച്ചൊരു അരിപ്പൊടി ഇട്ടു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടു. എന്നിട്ട് ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ കുറച്ചും കൂടി പൊട്ടറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇത്തിരി അധികം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊട്ടറ്റോ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. പൊതുവേ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇതാക്കിയെടുക്കാനും. ഇതിൽ എണ്ണ വളരെ കുറവാട്ടോ. ഇത് നമുക്ക് മറ്റേ പരിപ്പോടെയൊക്കെ നമ്മൾ കഴിക്കില്ല, അതിൽ എണ്ണ അധികം നമുക്ക് ഫീൽ ചെയ്യേയില്ല. നല്ല സുഖമായിട്ട് നമുക്കത് നല്ല കംഫർട്ടായിട്ട് കഴിക്കാൻ പറ്റും, എണ്ണ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ മറ്റത് ടേസ്റ്റ് വൈസ് കുറച്ചും കൂടി ബെറ്റർ ഇരിക്കുമെന്ന് മറ്റത് തന്നെയാണ് കേട്ടോ.
ഇതും കിട്ടില്ല സാധനമാണ്, എന്നാലും ഞാൻ പറയാം. അപ്പം ഇത് രണ്ടും അത് നമുക്ക് പിള്ളേർക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി. ഇത് കിട്ടില്ല സാധനം കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമുക്കിതിന് പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിങ്ങനെ മറിച്ച് കെട്ടു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്കതിന് പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കാം. സോസൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അങ്ങനെ ഇതുപോലുള്ള എളുപ്പമുള്ള റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.